സോ ഹായ് ബോയ്സ്, സമയത്തോടൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ഫുഡ് ചലഞ്ച് ആയിട്ടാണ്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്വിസ്റ്റ് വേണമായിരുന്നു, ട്വിസ്റ്റ്. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് ഏറെ ട്വിസ്റ്റ് ഉള്ളതായിരിക്കും. ആൻഡ് ഇന്ന് വന്നിരിക്കുന്ന കട ഏതാ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ കുറച്ച് ക്ലൂസ് ഒക്കെ തരാം. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ക്യാൻറ്റീനിൽ വരുന്നെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ ജനിച്ചു വരുന്ന കൊച്ചാണെങ്കിൽ പോലും ഇതായിരിക്കും ആദ്യം അറിയാൻ പോകുന്ന കട. അല്ലെങ്കിൽ ഇതൊരു ഹണി ട്രാപ്പ് പോലെയാണ്. ഇവിടെ പെട്ടുപോയാൽ പിന്നെ ഇവിടെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്, കാരണം അത്ര അഡിക്റ്റീവ് ആണ്. സോ നമ്മുടെ സ്വന്തം ചായക്കട, അത് നമ്മുടെ ടിം ഹോട്ടൽസ്. സോ ഇവിടുത്തെ ഫുൾ മെനു ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുമായിരിക്കും. സോ ബോയ്സ്, ഒട്ടും താമസിക്കാൻ നമുക്ക് കണ്ടസ്റ്റന്റ് ഇൻവൈറ്റ് ചെയ്യാം. ബ്രോയിനെ അറിയാത്ത ആൾക്കാരോട് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ വന്നതാണ് ദോശ. അവിടെ പോയി ഫുൾ മെനു കഴിക്കാൻ പറ്റിയില്ല. അന്ന് തൊട്ട് പറയുന്നുണ്ടായിരുന്നു വീഡിയോയിൽ പിന്നെയും വരണം, ഞാൻ തകർക്കും. അന്നും 30 കഴിക്കുന്നത് തകർക്കും എന്ന് പറഞ്ഞാൽ, പക്ഷേ പൈസ കിട്ടാതെ പോയി. പക്ഷേ ഈ വട്ടം നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ടിം, ഓർമ്മയുണ്ടോ അന്ന് എന്നോട് പറഞ്ഞത്? ഇതില് ഫുള്ള് ചായല്ലേ? അന്ന് ചായ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചിട്ട് എന്നിട്ടും തീർക്കാൻ പറ്റിയില്ല. സോ ഇന്ന് ഫുള്ളും ചായ ആയിരിക്കും. ഓക്കെ, ചായ ട്വിസ്റ്റ് ഉണ്ട്. അന്ന് ഫുൾ മെനു കഴിക്കുന്നില്ലായിരുന്നു, ഞാൻ $100 കൊടുക്കാൻ പോയിരുന്നത്. ബട്ട് ഇന്ന് നിങ്ങൾ ഒരു ഐറ്റം കഴിക്കുന്നില്ല, $10 വെച്ച് കിട്ടും. എങ്ങനെയുണ്ട്? ആവേശോടെ. സോ സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ടുപേർക്ക് സെയിം ഐറ്റം കിട്ടും. ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? സോ രണ്ടുപേർക്ക് സെയിം ഐറ്റം. രാവിലോട്ടൊന്നും കഴിക്കാണ്ട് അതിവിടെ പറയേണ്ട ആവശ്യമില്ല. ബട്ട് രണ്ടുപേർക്ക് സെയിം ഐറ്റം കിട്ടും. സെയിം ടൈമിൽ ആരാണ് ഏറ്റവും ആദ്യം തീർക്കുന്നത് അയാൾക്ക് $10. എനിക്ക് തരേണ്ട ആവശ്യമില്ല, എന്റെ ഇത് പൈസ പോകാതിരിക്കും, അത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ ഇൻടു ദ വീഡിയോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? പിന്നല്ല. സോ എന്നെക്കാട്ടി ഫാസ്റ്റ് നിന്നാൽ മാത്രം മതി. ഓക്കെ, പറ്റുമോ? കാര്യം അത് ആദ്യം ഏതായിട്ടാണ് ചൂസ് ചെയ്യുന്നത്? അതും ഡബിൾ ചായയോ തുടക്കത്തില്ലയോ? പിന്നെ ചായ ഒന്ന് മുത്തിയിട്ട് നമുക്ക് അടുത്ത കൊടുക്കാം. മുത്തിയിട്ടോ എന്ന് വെച്ചാൽ ഒരു ഐറ്റം വെച്ച് പോവാം. ഒരു ഐറ്റം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഇത് കഴിക്കാം, ഒന്നും ഇല്ലാത്ത വട. ഉഴുന്നുവടയോ? തേങ്ങ അതവിടെ എനിക്ക് താഴത്തെ സംഭവം ഉഴുന്നുവടയാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് വെച്ച് തുടക്കം അറിയാൻ പറ്റും എങ്ങനെ ഈ വീഡിയോ ഫുള്ളും പോകുന്നു, എന്റെ കയ്യിൽ എത്ര പൈസ പോകുന്നു. ഓരോ ഐറ്റത്തിന് $10 ആണ് കേട്ടോ. 3, 2, 1 ഗോ. എന്റെ വായിന്റെ അറ്റത്തൊക്കെ ഒട്ടിപ്പിടിക്കുന്നു. സിമ്പിൾ. അത് തന്നെ ആദ്യം തന്നെ ഓർഡർ ചെയ്തു. ക്രീം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിക്കോ, ക്രീം ഇല്ലാത്തപ്പോ അടുത്ത് അങ്ങിക്കും. ആദ്യത്തെ സംഭവം $10. ഞാൻ ഭയങ്കര കോമ്പറ്റീറ്റീവാ, തോറ്റു കൊടുക്കാൻ പോകുന്നില്ല. കമോൺ, അടുത്തേതാ? അടുത്ത നമുക്ക് പേക്ക് ആൻഡ് ബട്ടർ. ഞാൻ കഴിച്ചിട്ടില്ല, ട്രൈ ചെയ്യാം. മനുഷ്യന്മാര് കഴിക്കാത്ത സംഭവം മേടിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എന്ത്? എനിക്കറിയാൻ പാടില്ല, കഴിച്ചു നോക്കാം. ഞാനും കഴിച്ചിട്ടില്ല. കണ്ടപ്പൊരു രസം തോന്നി മേടിച്ച. കണ്ടപ്പൊരു നമ്മൾ കഴിക്കാൻ പോകുന്നതിന്റെ പേര് പേക്ക് ആൻഡ് ബട്ടർ. ബേക്കൺ ബട്ടറോ? പേക്കൺ ബട്ടർ. 3, 2, 1 ഗോ. വായുണ്ട്. ഫസ്റ്റ് ഞാൻ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞു. ആദ്യം കാണിച്ച ഇത് ഇപ്പോഴും ഉണ്ട്. പോയി ഒന്നും പാടില്ല, എങ്ങനെ ഇരിക്കണം. സൈഡിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ടേ ഫുള്ള് ഡൈപ്പാണ്. ഇതെങ്കിലും ജയിക്കും. ഈഗോ ഹേർട്ട് ചെയ്താ? ബോയ്സിന്റെ ഈഗോ ഹേർട്ട് ചെയ്യാൻ സീനാണെന്ന് പറയണം. ഞാനും പോയാണ്. ഇത് മധുരമിടാം. കൊള്ളാം. ഇനി നമുക്കൊന്ന് ചായ കുടിക്കാം അല്ലേ? അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് ചായ കുടിക്കാം. ഇത് ക്രീമാണ് ഇതിന്റെ അകത്ത്. ക്രീമാണ് ഇതിന്റെ അകത്ത്. അല്ല, ഇത് കഴിച്ചിട്ട് ചായ കുടിച്ചാൽ മധുരം അറിയില്ല. അപ്പൊ ചായ കുടിച്ചിട്ട് നമുക്ക് ഇത് കഴിക്കാം. ഇത് ഭയങ്കര സ്വീറ്റാ. ഞാനും ഭയങ്കര സ്വീറ്റാ. കല്യാണ സ്ഥലം പറ പഴം പിടിങ്ങിട്ട് സംസാരിക്കുന്നുണ്ട്. നല്ലപോലെ സംസാരിച്ചില്ല, പക്ഷെ കൊണ്ടാക്കി ഇറങ്ങുന്നില്ല. ഇതൊക്കെ എന്ത്? ഞാൻ കഴിച്ചിട്ട് 10 മിനിറ്റായി. വന്ന വഴി പറഞ്ഞത് ഞാൻ ഇന്ന് തകർക്കും. ഞാൻ കഴിച്ചിട്ടില്ല, ഇന്ന് പൊളിക്കണേന്നൊക്കെ പറഞ്ഞു വന്നത്. ഓക്കെ ബോയ്സ്, അടുത്ത ചാലഞ്ച് ഞാൻ റെഡിയാണ്. കുറച്ച് സമയം പിടിച്ചു അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ഉപ്പാട് ഇറങ്ങിപ്പോയി എന്ന് പറയാം. ബട്ട് കുഴപ്പമില്ല, ഞാൻ ഫുഡിൽ തോറ്റാൽ ഡ്രിങ്ക്സിൽ പിടിക്കും. ഡ്രിങ്ക്സ്, ആൽക്കഹോൾ ഡ്രിങ്ക് ആണ് കൊണ്ടുവന്ന് നോക്ക്, അവിടെ നമുക്ക് പിടിക്കാം. ആൽക്കഹോൾ ഇല്ല ബോയ്സ്, ചായയിൽ പിടിക്കുന്നുണ്ട്. ചായയിൽ ഞാനും പിടിച്ച്, കണ്ടില്ലേ? ഈയുടെ ഈ അഹങ്കാരം ഇന്നത്തെ വീഡിയോ നമ്മൾ തീർത്തിരിക്കും ബോയ്സ്. $30 അല്ലേ? പൈസ ഇല്ല.
30 നിർത്തി നിങ്ങളുടെ ഭാഗ്യം. ഓക്കെ. റെഡി? Come on boys. ഇത് പറ്റി. ചായ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ തരണ്ടേ, അല്ലെങ്കിൽ കാണുന്നവർക്ക് ബോറടിക്കില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഡ്രിങ്ക്സ് എന്റെ ട്രേഡ് മാർക്കാണ്. ഈ ഒരു ഡോണറ്റ്സ് ഒക്കെ എനിക്ക് പറ്റത്തില്ല, പക്ഷെ ഡ്രിങ്ക്സ് ചായ നാട്ടില് ഞാൻ മലയാളിയാ. ചായ എനിക്ക് ആസ്വദിച്ച് കുടിക്കണം. നാട്ടിൽ കിലോമീറ്റേഴ്സ് താണ്ടി ചായ കുടിക്കാൻ പോയിട്ടുണ്ട്, അറിയോ? എന്നോടാണ് നിങ്ങൾ അടുത്ത വഴി കത്തുന്നുണ്ടല്ല, ഒറ്റ വലിക്ക് പിടിച്ചോണ്ട് നാവിലൊന്നും അറിഞ്ഞില്ല, പക്ഷെ ഇപ്പൊ പൈപ്പ് ഇടുന്ന കത്തുന്നു. അകത്തെ പൈപ്പ് മുഴുവൻ കത്തി. ഇതെത്ര? $40 വേണ്ടി. $40 ജയിച്ചിരിക്കുവാണ്. 3 ഐറ്റം കഴിച്ചിട്ട്. ഒരു ഐറ്റം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുക. ഇത് ചിലപ്പോ ഞാൻ ബ്രോയ്ക്ക് വിട്ട് വരും, അടുത്ത പിടിക്കാൻ വേണ്ടി. വിട്ടേ കഴിക്കണ്ട. ഇത് ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ പോയി. ഇങ്ങനെ ഇടക്കിടക്ക് അടിക്കുന്ന ഒരു സാധനങ്ങളുണ്ട് കേട്ടോ. എന്താ സ്റ്റാർട്ട് ചെയ്യണ്ട? ഇതിനൊരു തുളയുണ്ടല്ലോ ഇവിടെ. എല്ലാത്തിനും വികാരം. 3, 2, 1 സ്റ്റാർട്ട്. അതിന് ഒക്കത്തൊട്ടിച്ച് ചെയ്യണം. വായന്ത പശയുണ്ട, ഓരോ സൈഡിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ. ചായ മാത്രമോ? ക്യാപ്പ് ഐസ് ഓർഡർ ചെയ്യാം. ഐസ് ക്യാപ്പ്. അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. ആൻഡ് ഈ വട്ടം കുറച്ച് ഞാൻ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്തു. വെള്ളമാണ് കുറച്ച് കൂടുതൽ ഓർഡർ ചെയ്തത്. ഒരു ചായ കുടി ചേച്ചെന്ന് പറഞ്ഞപ്പോ ഫുള്ള് വെള്ളം മേടിച്ചേക്കണേ. ഓക്കെ, ഫുള്ള് വെള്ളമൊന്നുമല്ല. ഇവിടെ ഇത് എന്തോ വലിയ സംഭവമൊക്കെ ഉണ്ട്. കുക്കീസ് ഉണ്ട്. കുക്കീസ് വലിയ സാധനമൊക്കെ ഉണ്ട്. നമുക്ക് അത് എന്തോ ആദ്യം കഴിക്കാൻ പോകുന്നത്. എന്ത് വേണം? ചൂസ് ചെയ്തോ? ഇത്ര നേരം ഞാൻ ചൂസ് ചെയ്തു, ഇനി ചൂസ് ചെയ്തു. ഞാൻ വെള്ളത്തിൽ തന്നെ പിടിച്ചോ. വെള്ളത്തിൽ പിടിക്കാം. അങ്ങനെ നാണക്കേടൊന്നും തോന്നുന്നില്ല. ഇതിൽ തന്നെ പിടിക്കാം. ഓക്കെ, ഇത് നല്ല തണുപ്പാണോ? ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഓറഞ്ച് ഓറഞ്ച് ടാങ്ക് ലെമൺ. ടാങ്ക് ലെമൺ. സോ ബോയ്സ്, ലെറ്റ്സ് ഗോ. 3, 2, 1 ഗോ. അത് ഐസ് കാരണം വരില്ല ഇനി. അത് ഐസ് അലിഞ്ഞലിഞ്ഞു തന്നെ. ഐസ് അലിഞ്ഞലിഞ്ഞു തന്നെ. ഐസ് ഇത്ര പെട്ടെന്ന് അലിയോ? നിങ്ങളുടെ കാണാൻ പാടില്ലേ? നിങ്ങളുടെ കൈക്ക് ചൂടാ. ഇങ്ങനെയാണ്. ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആണ്. നിങ്ങൾ ആരെ നിങ്ങൾ പറയണം. ഒന്നുമില്ല. ഓക്കെ, തന്നേക്കാം. അതിന് ഞാനൊരു ഞാൻ നന്മയുടെ ഭാഗത്തിലാണ് പോകുന്നത്. ഓക്കെ, $50. എനിക്ക് നന്മോണ്ടൊന്നും ചെയ്ത് കിട്ടാനില്ല. $50. അടുത്ത ഇത് പോകും. ഐസ് ക്യാപ്പാ? പേടിയുണ്ടോ? എനിക്കൊരു പേടിയില്ല. ബോയ്സ്, അടുത്ത ഐസ് ക്യാപ്പ് പിടിക്കാം. ഗ്യാസ് കളയട്ടെ, വെള്ളം കുടിക്കണത്. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്. ഇത് ട്വിസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഒന്നിനും കുടിക്കാൻ പറ്റില്ല. ഓക്കെ, കുറെ ആയി ബോയ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാമല്ലോ. കഴിഞ്ഞ വട്ടം തോറ്റു പോയല്ലേ. എന്തെങ്കിലും മേടിച്ചിട്ട് പോട്ടെ എന്ന് വെച്ചാൽ $50 ഞാൻ വിട്ടുകൊടുത്തത്. ഇനി ഇല്ല. റെഡിയാണല്ലോ? നമ്മൾ അടുത്ത് കഴിക്കാൻ പോകുന്ന എല്ലാവരുടെയും ഫേവറേറ്റ്. ഇത് ഓറിയോ ഐസ് ക്യാപ്പ് ഉണ്ടായിരുന്നു, അവർ നിർത്തിയോ? അത് വേണ്ട. അതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഓറിയോയുടെ ഐസ് ക്യാപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ നിർത്തി. അത് ചീട് പിള്ളേർ മാത്രം അത് കുടിക്കാറുള്ളൂ. അഹങ്കാരത്തിൽ നമ്മള് തീർത്തേക്കും. റെഡി? 3, 2, 1 ഗോ. അഹങ്കാരോ? എൻ്റെ അണ്ണാക്കി കയറി വെടിവെച്ചാലേ വരുള്ളൂ. കഴിഞ്ഞു. ഈ ലോകത്തല്ലേ പറ്റുന്നുണ്ട്, പക്ഷെ നടക്കത്തില്ല. കഴിഞ്ഞോ? എന്തൊക്കെയോ ഇങ്ങി വരുന്നുണ്ട്. കഴിഞ്ഞു. എന്നെ ഈ പറ്റിയൊക്കെ ഇരിക്കണ്ടോ? അടുത്ത കുക്കി ട്രൈ ചെയ്യും. എന്റെ സ്ട്രാറ്റജി എന്ന് അറിയാം, നിങ്ങളുടെ വയറ് നിറയ്ക്കുക. എനിക്ക് സ്പേസ് കൂടുതലുണ്ട്. ആമയുടെ മുകളിലെ റേസ് കണ്ടിട്ടുണ്ടോ? സ്പീഡല്ല കാര്യം, സ്ലോയില്ല കാര്യം. കളി മാറിപ്പോയി. ഇത് ഓരോ ഐറ്റംസ് കഴിക്കുമ്പോഴാണ് $10, അല്ലാണ്ട് ഏറ്റവും കൂടുതൽ കഴിക്കുന്നതിനല്ല. അത് അവസാനം ഒരു അവിടെ എത്തുമല്ലോ. എനിക്ക് ജയിച്ചാൽ മതി, പൈസ പോലെ കുഴപ്പമില്ല. ജയത്തോടെ ഇവിടുന്ന് പോകത്തുള്ളൂ. 3, 2, 1 സ്ലോലി. എന്റെ വാക്കുകൾ എന്റെ വായിന്ന് വരുന്നത് എനിക്കിപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചിലപ്പോ എടാ പോടാന്നൊക്കെ വിളിക്കും. കണ്ടില്ലേ? കഴിഞ്ഞിട്ടാ
JMB ഫാൻസ് കമന്റ് ഇടൂ. ബോയ്സ് നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോസിലൊക്കെ വരാനുള്ള താല്പര്യമുണ്ടെങ്കിൽ JMB ഫാൻസ് ഇങ്ങനെ മുന്നിട്ട് പറ്റില്ലെങ്കിൽ എണീറ്റ് പോണോ? സോ ഇങ്ങനെ കമന്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ എന്നെ തോപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കമന്റ് ഇടോ. സോ അമീഗോസ് അടുത്ത ഐറ്റമാണ് ബർഗർ. സോ ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ 9ാമത്തെ ഐറ്റവും നിങ്ങൾ പറഞ്ഞോ. എല്ലാ ദിവസവും ഞാനല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊന്നും അതാണ് എൻ്റെ ഐറ്റം. 3, 2, 1 start. തലേക്കങ്ങാട് കറങ്ങണ്. നിങ്ങൾ കൂടെ പറ്റുന്നില്ലെന്ന് പറയുന്നത്. നിങ്ങൾ പറ്റില്ല പിന്നെ എനിക്ക് കഴിച്ചിട്ട് കാര്യമില്ല. സോ എത്രയാ? 70. സോ $70 ജയിച്ചുകൊണ്ട് നമ്മുടെ ടിം ഹോട്ടനെ എന്റെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങണ പോലെ. സോ ഗോയ്സ് ഇപ്പം $70 നിർത്തുക. നമ്മള് 2 ഐറ്റം കൂടെ ഉണ്ട്. നല്ലൊരു കമ്പാക്ക് ആയിരുന്നു, ഞാൻ പറയുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? കിടിലൻ. അതിപ്പോ ഞാൻ ചാലഞ്ച് ചെയ്ത പോലെ പോയി. സോ ബോയ്സ് അങ്ങനെ ഫൈനലി ചാലഞ്ച് ഓവറായിരിക്കുക. ആൻഡ് കൊള്ളായിരുന്നു. ഇത് എൻ്റെ ഫസ്റ്റ് ഈറ്റിംഗ് ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. സോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സംഭവിച്ചത്. ആൻഡ് പറഞ്ഞ വാക്ക് പാലിക്കുക. $70 ഫോർ കംപ്ലീറ്റിംഗ് 7 ഐറ്റംസ്. സന്തോഷമല്ലേ? ചായ കുടിച്ച് കള്ളക്കുതിർത്തതിന് ചായ കുടിച്ചതിന് പകരം വീടി. സോ കണ്ടല്ലോ, റിവെഞ്ച് വീഡിയോസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇങ്ങനത്തെ വീഡിയോ ഇനി ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ. പീസ്.